ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന 10th മെയിൻസ്, സെക്രട്ടേറിയറ്റ് OA ഉൾപ്പെടെയുള്ള 10th മെയിൻസ് പരീക്ഷ, അതല്ലെങ്കിൽ LGS LDC ലെവലിലുള്ള എല്ലാ മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കത്തക്ക രീതിയിലുള്ള പൊതുവിജ്ഞാന മേഖല, അതായത് GK പോർഷനിൽ നിന്ന് മുൻവർഷങ്ങളിൽ ആവർത്തിച്ച ചോദ്യങ്ങൾ, SCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ, പ്രസ്താവനാ ചോദ്യങ്ങൾ, അവയുടെ അനുബന്ധ വിവരങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാമ്പത്തിക ഭൂമിശാസ്ത്രം ആദ്യ പോർഷൻ പഠിച്ചു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്നിപ്പോൾ രണ്ടാമത്തെ വീഡിയോ. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം. പാരമ്പര്യ ഊർജങ്ങളാണ് പാരമ്പര്യ ഇതര ഊർജം സൗരോർജം. സോളാർ എനർജി അഥവാ സൗരോർജം ഇന്ന് ഏറ്റവും കൂടുതൽ പുനരുപയോഗിക്കാവുന്ന വിഭവങ്ങളിൽ ഒന്നാണ്. ഉപയോഗിച്ചാൽ തീരാത്ത ഊർജ സ്രോതസ്സുകളാണ് സൗരോർജം, കാറ്റ്, തിരമാല ഇവയെല്ലാം തന്നെ. ഇവയെ മൊത്തത്തിൽ പാരമ്പര്യേതര ഊർജം എന്ന് വിളിക്കും. ഇതിൽ ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമാണ് സൗരോർജം. ഇവയിൽ സെയ്ത് വിളകളിൽ ഉൾപ്പെടുന്നത് ഏത്? സെയ്ത് വിളകൾ എന്ന് പറഞ്ഞാൽ പഴം, പച്ചക്കറികളാണ് സെയ്ത് വിളകൾ. അപ്പോൾ ഇവിടെ പഴവർഗ്ഗങ്ങൾ. വേനൽക്കാലത്ത് സെയ്ത് വിളകൾ പഴം, പച്ചക്കറികൾ. റാബി വിളകൾ മഞ്ഞുകാലത്ത് ബാർലി, ഗോതമ്പ്, പുകയില, പയർവർഗ്ഗങ്ങൾ. ഖാരിഫ് വിളകൾ മൺസൂൺ കാലത്ത് തിനവിളകൾ, അതായത് മില്ലറ്റുകൾ, ബജ്റ, റാഗി, ജോവർ, ചോളം, നെല്ല്, പരുത്തി. നമുക്ക് സെയ്ത് വിളകൾ താഴെ തന്നിരിക്കുന്നവയിലേത്? റാബി വിളകൾ അല്ലാത്തതേത്? ഖാരിഫ് വിളകൾ ഏത്? ഇങ്ങനെ ചോദ്യങ്ങൾ വരാം. പിന്നെ ചേരുംപടി ചേർക്കാനും ചോദിക്കാം. സെയ്ത് വിള, റാബി വിള, ഖാരിഫ് വിള. വലതുവശത്ത് പഴവർഗ്ഗങ്ങൾ, ബജ്റ, പുകയില. അതുപോലെ ശരിയായ ജോഡി, തെറ്റായ ജോഡി കണ്ടെത്താനും ഈ ചോദ്യങ്ങൾ ആവർത്തിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപ്പാദന കേന്ദ്രം മുംബൈ. മുംബൈയെ വിളിക്കുന്നത് കോട്ടണോപോളിസ് എന്നാണെന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നതാണ് മുംബൈ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന തുറമുഖം മുംബൈയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകളുള്ള സംസ്ഥാനം, മുംബൈയുടെ തലസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുടെ തലസ്ഥാനമാണ് മുംബൈ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം പരുത്തി. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടെ ഞാൻ പറയാം. NW1 അലഹബാദ് ഹാൽഡിയ, NW2 സാദിയ ദുബ്രി, NW3 കൊല്ലം കോട്ടപ്പുറം, NW4 കാക്കിനട പുതുച്ചേരി. ഇതും ഇതുപോലെ പരീക്ഷയ്ക്ക് ചേരുംപടി ചേർക്കാനും ശരിയായ ജോഡിക്കും ഒക്കെ ചോദിക്കാം. ആദ്യത്തെ ദേശീയ ജലപാത ഗംഗാനദിയിലാണ്, 1620 കിലോമീറ്റർ. രണ്ടാമത്തത് ബ്രഹ്മപുത്ര നദി, 891 കിലോമീറ്റർ. മൂന്നാമത്തത് പശ്ചിമതീര കനാലാണ്. നാലാമത്തത് ഗോദാവരി, കൃഷ്ണ നദികളുമായി ചേർന്ന് 1095 കിലോമീറ്റർ. അപ്പോൾ ഏറ്റവും വലിയ ദേശീയ ജലപാത NW1 ആണ്. അടുത്ത ചോദ്യം, റാവൽഭട്ട ആണവ നിലയം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? റാവത്ഭട്ട ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം രാജസ്ഥാൻ. ഇവിടെയും പ്രസ്താവനാ ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ള മേഖലയാണ്. കൈഗ കർണാടകം, കൽപ്പാക്കം തമിഴ്നാട്, കക്രപ്പാറ ഗുജറാത്ത്, താരാപൂർ മഹാരാഷ്ട്ര, നറോറ ഉത്തർപ്രദേശ്. തിരിച്ചും പഠിക്കണം. കർണാടകയിൽ കൈഗ, തമിഴ്നാട് കൽപ്പാക്കം, ഗുജറാത്തിൽ കക്രപ്പാറ, മഹാരാഷ്ട്രയിൽ താരാപൂർ, ഉത്തർപ്രദേശിൽ നറോറ. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഉത്തരം ടിസ്കോ. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്നാണ് പൂർണ്ണ പേര്. 1907 ഓഗസ്റ്റ് 26 ജംഷഡ്പൂരിലാണ് ജംഷഡ്ജി ടാറ്റയുടെ സ്ഥാപനമായ ഇത് നിലവിൽ വന്നത്.
പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് മുംബൈ കൊൽക്കത്ത റെയിൽപാതയോട് ചേർന്ന് കൊൽക്കത്ത തുറമുഖത്ത് നിന്ന് 240 കിലോമീറ്റർ മാത്രം അകലെയാണ്. ഉരുക്ക് കയറ്റുമതി ചെയ്യാൻ ഏറ്റവും അടുത്തുള്ള തുറമുഖവും ഇത് തന്നെയാണ്. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണേത്? റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണ്. നെല്ലിനും ഗോതമ്പിനും എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനവും എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണിൻ്റെ തരംതിരിവുകൾ ഖാദർ, ഭാങ്കർ. മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ കാണപ്പെടുന്നത് ചെങ്കൽ മണ്ണ്. ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്നതാണ് പീച്ച് മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം. കൽക്കരി നിക്ഷേപം നമുക്കറിയാം, ജാർഖണ്ഡ്. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കൽക്കരിയാണ്. പ്രധാന ഘടകം കാർബൺ. അടങ്ങിയിട്ടുള്ള കാർബണിൻ്റെ അടിസ്ഥാനത്തിൽ കൽക്കരിയെ പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ്, ആന്ത്രാസൈറ്റ് എന്നിങ്ങനെ 4 തരംതിരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും അധികം തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അസം. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം തേയിലയുടെ 50% അസമിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനം പശ്ചിമ ബംഗാൾ. പിന്നെ തമിഴ്നാടും കേരളവുമാണ് പ്രധാന തേയില ഉൽപ്പാദകർ. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് പശ്ചിമ തീര കനാൽ. ദേശീയ ജലപാത 3, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ജലപാത 5 ആണ്. 1993 ഫെബ്രുവരിയിലാണ് ദേശീയ ജലപാത 3 പ്രഖ്യാപിക്കപ്പെട്ടത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ജലപാത കൊല്ലം കോഴിക്കോട്, അതായത് കൊല്ലം കോട്ടപ്പുറം, 365 കിലോമീറ്റർ ദൂരം. ബ്രഹ്മണി നദി, മഹാനദി ഡെൽറ്റകളെ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാത നമ്മളിപ്പോൾ പറഞ്ഞ ഈസ്റ്റ് കോസ്റ്റ് കനാൽ. ദേശീയ ജലപാത 5, 623 കിലോമീറ്ററാണ് ദൂരം. താൽച്ചർ മുതൽ ദമ്ര വരെ നീളുന്ന സഞ്ചാരമാർഗം. ഈ ദേശീയ ജലപാത പ്രഖ്യാപിക്കപ്പെട്ടത് 2008 നവംബറിലാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതു മാംഗനീസ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ്. ഏറ്റവും കൂടുതൽ മാംഗനീസ് അയിരിൻ്റെ നിക്ഷേപമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഝാറിയ. ജാർഖണ്ഡിലാണ് ഝാറിയ സ്ഥിതി ചെയ്യുന്നത്. ഗുണനിലവാരം ഏറ്റവും കൂടിയ കൽക്കരി ഇനം ആന്ത്രാസൈറ്റാണ്. നമ്മൾ ബിറ്റുമിനസ് അങ്ങനെ കുറേ എണ്ണം പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ഗുണനിലവാരമുള്ളത് ആന്ത്രാസൈറ്റ്. കൽക്കരി കത്തുന്നതിലൂടെ വൻതോതിൽ പുറന്തള്ളപ്പെടുന്ന ഹരിതഗ്രഹവാതകം കാർബൺ ഡയോക്സൈഡ്. നറോറ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? ആണവ നിലയങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. നറോറ ഉത്തർപ്രദേശ്. യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവധാതുക്കൾ. കൂടംകുളം ആണവ നിലയം തമിഴ്നാട്ടിലാണ്. കൽപ്പാക്കവും തമിഴ്നാട്. കോട്ട ആണവ നിലയം രാജസ്ഥാൻ. ഇന്ത്യയിലെ ആണവ നിലയങ്ങളുടെ ചുമതല NPCIL-നാണ്, നാഷണൽ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ആസ്ഥാനം മുംബൈ. സിംഗരേണി കൽക്കരി ഖനി ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? അതൊരു വ്യത്യസ്ത ചോദ്യമാണ്. ആന്ധ്രാപ്രദേശിലാണ് സിംഗരേണി കൽക്കരി ഖനി. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യമായി യുറേനിയം ഖനി കണ്ടെത്തിയ സ്ഥലം ജാദുഗുഡ, ജാർഖണ്ഡ്. ആന്ധ്രാപ്രദേശിലെ കടപ്പയിൽ സ്ഥിതി ചെയ്യുന്ന യുറേനിയം ഖനിയാണ് തുമിലപ്പിള്ളി ഖനി. കേരളത്തിൻ്റെ തീരത്ത് കണ്ടെത്തിയിട്ടുള്ള ആണവധാതുക്കൾ തോറിയവും സിൽക്കോണിയവും. ഇന്ത്യയിലെ ധാതു നിക്ഷേപത്തിൻ്റെ കേന്ദ്രമായി അറിയപ്പെടുന്ന സ്ഥലം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് പഠിച്ച് മുന്നോട്ട് പോയാൽ ഇതെപ്പോഴും മനസ്സിൽ നിൽക്കും. അടുത്ത 2 ക്ലാസ്സോടുകൂടി നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം ഫിനിഷ് ചെയ്യും. കൃത്യമായി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.